നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ തിരുവോണമാണല്ലോ. അപ്പോൾ നല്ലൊരു റീഡിംഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊരു പേഴ്സണൽ റീഡിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ എപ്പോഴാണ് നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടുക? ഇപ്പൊ നോ കോൺടാക്റ്റിലായിരിക്കാം, ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. നമ്മൾ ചിലപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കാണുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ബന്ധുവിന്റെ വീടിന്റെ അടുത്തുള്ള ആളുമായിട്ടാണ് സ്നേഹമെങ്കിൽ വെക്കേഷൻ സമയമാണ്, നമ്മൾ അവരെ പോകുമ്പോൾ അവരെ കാണുമോ? ചിലപ്പോൾ അവർ വെക്കേഷൻ, അവർ ഫോറിനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വെക്കേഷനിൽ വന്നിട്ടുണ്ടാവുമോ, നമുക്കൊന്ന് കാണാൻ പറ്റുമോ? പഴയ ക്രഷ് ആയിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് അകന്നു പോയവരായിരിക്കാം. ദേഷ്യമൊന്നും ഇല്ലായിരിക്കാം, ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, വൈരാഗ്യം ഉണ്ടാവാം. എന്നാലും ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെ? അതിന് ഈ ഒരു ഫെസ്റ്റിവൽ സമയത്ത് ഒരു ചാൻസ് കിട്ടുമോ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് റീഡിങ് നോക്കാം. ഇപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ആളുടെ എനർജി എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്ത് എനർജിയിലാണ് അവരിയ്ക്കുന്നത്? എന്നിട്ട് പിന്നെ എങ്ങനെയുള്ള അവസരങ്ങൾ, എങ്ങനെയാണ് നിങ്ങൾ അവരെ കാണാൻ പോകുന്നത്? കേട്ടോ? അവരുടെ എനർജി എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, അവരുടെ എനർജി നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഇവർ വളരെ ഹാർഡ് വർക്കിംഗ് ആയ ആളുകളാണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആവാം. അതല്ലെങ്കിൽ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ടോറസോ, വെർഗോ, കാപ്രിക്കോണോ സോഡിയാക് സൈൻ അവരുടെ ബർത്ത് ചാർട്ടിൽ ഉണ്ടാവാം. എന്ന് വെച്ചാൽ നമ്മൾ ജാതകം എഴുതുമല്ലോ, അതിനകത്ത് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു എർത്ത് സൈൻ വരുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്റ്റെബിലിറ്റി ഇവർക്ക് വേണം. അവരങ്ങനെ ഒരു പ്രാവശ്യം കണ്ടു, ഒരു റിലേഷൻഷിപ്പ് വന്നു, അത് ഉപേക്ഷിച്ചിട്ട് പോവുക, അങ്ങനത്തെ അല്ല. അവരുടെ മനസ്സിൽ എപ്പോഴും അവർ സൂക്ഷിക്കും നിങ്ങളെ അവർക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ, നിങ്ങളുമായിട്ടൊരു ക്രഷ് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇവർ നിങ്ങളെ മറക്കില്ല. ഇവരും ആഗ്രഹിക്കും നിങ്ങളെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണണം എന്ന്. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ ഓഫീസിലേക്ക് പോകുന്ന വഴി അവരുടെ കണ്ണ് തേടുന്നത് നിങ്ങൾ അവരെ അന്വേഷിക്കുന്നത് പോലെ തന്നെ അവര് നിങ്ങളെയും അന്വേഷിക്കുന്നുണ്ടാവാം. മനസ്സിലായോ? പക്ഷെ പുറമെ കാണുമ്പോൾ, നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ മൈൻഡ് ചെയ്യാണ്ട് പോകുന്നുണ്ടാവും. എന്നാലും അവരുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടെന്നാണ് കാണിക്കുന്നത്. കാരണം ഇവര് അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കണ്ടു, മനസ്സിൽ കയറിയെങ്കിലും ഇറക്കി വിടുന്ന ടൈപ്പ് ആളുകളല്ല. ഇവര് മനസ്സിൽ നമ്മളെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ആളുകളാണ്. ക്രഷ് ആയിരുന്നു, ഇപ്പൊ ബന്ധമൊന്നുമില്ല, വേറെ ആളുകളെ കല്യാണം കഴിച്ചു, അപ്പൊ അവര് മറന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവര് ദൂരേക്ക് പോയി, ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു വീട് മാറിപ്പോയി, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ വെക്കേഷൻ സമയത്ത് കാണുമോ എന്ന്, നിങ്ങൾ ദൂരെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നാട്ടിലേക്ക് വന്നപ്പോൾ അവരെ കാണുമോ? അല്ലെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവര് തിരിച്ചു വന്നിട്ടുണ്ടാകുമോ? ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരേ ഫോറിൻ കൺട്രിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ രണ്ടുപേരും രണ്ട് നാട്ടിൽ, രണ്ട് സ്ഥലങ്ങളിൽ കേരളത്തിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമായിരിക്കാം, പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാകുമ്പോ വെക്കേഷന് പോയി കഴിഞ്ഞ് പല സമയങ്ങളിലായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പൊ എയർപോർട്ടിൽ വെച്ച് കാണുമോ? അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു നോക്കൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയമാകുമ്പോൾ, ഫെസ്റ്റീവ് സമയമാകുമ്പോൾ നമ്മളെല്ലാം മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവരും അതുപോലെ തന്നെ നിങ്ങളെ ചിന്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ആളുകളല്ല ഇവര്. മനസ്സിലായി? അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അവരുടെ ജീവിതം എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ്, അവർക്ക് ആരെയാണ് ഇഷ്ടം, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ്. വളരെ സൂക്ഷിച്ച് ചുവട് വെക്കുന്ന ആളുകളാണ്, എടുത്തുചാട്ടക്കാരല്ല. മനസ്സിലായോ? അപ്പൊ അവരുടെ മനസ്സിൽ പ്ലാൻ ഉണ്ട്, നിങ്ങളെ ഒന്ന് കാണണമെന്ന്. അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആ ഒരു മുഖം കാണാൻ വേണ്ടിയിട്ടായിരിക്കും. പലരെയും കാണുമ്പോൾ അത് ആ വ്യക്തിയാണോ എന്ന് സംശയം അല്ലെ? അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തിയും തുറന്ന് പറഞ്ഞില്ലെങ്കിലും, ആരോടും നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലെങ്കിലും മനസ്സിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. എർത്ത് സൈൻ ആണ്. എർത്ത് സൈൻ അങ്ങനെ മറന്നു പോകുന്ന ആളുകളല്ല. ഉപേക്ഷിക്കുന്നതായിട്ട് അഭിനയിച്ചാലും അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് നിങ്ങളോട് മിണ്ടാൻ പറ്റുന്നില്ല, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ലെങ്കിലും, ഇപ്പൊ ബന്ധമില്ലെങ്കിലും മനസ്സിൽ എപ്പോഴും നിങ്ങൾ ഉണ്ട് എന്നാണ് ഇവര് കാണിക്കുന്നത്. കേട്ടോ? വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യുന്ന, എല്ലാ ഫീലിങ്സും വളരെ കാര്യമായിട്ട് എടുക്കുന്ന ഒരു എനർജിയാണിത്. വളരെ നല്ലൊരു എനർജിയാണ്. എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നത്? വെക്കേഷൻ എന്തായാലും നിങ്ങൾ കാണും. കാരണം രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് കാണണമെന്ന്. ഒരാൾ മാത്രമാണ് ഇവിടെ. വേറെ ഏതെങ്കിലും സോഡിയാക് സൈൻ, ഉഴപ്പിന്റെ ഒരു സോഡിയാക് സൈൻ
ഇവിടെ കണ്ടിരുന്നെങ്കിൽ അത് പോസിബിൾ അല്ല. കാരണം നിങ്ങൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇത് രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുമ്പോൾ അവിടെ യൂണിവേഴ്സ് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും. അതാണ്. നോക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് പല ഇതിലെ എനർജീസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. പലരുടെ റീഡിംഗ് ആണ്. ഞാൻ പിക്ക് കാർഡ് എടുക്കാതിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ എനിക്കൊരു നെഗറ്റീവ് എനർജി ഇവിടെ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ളത് നോക്കുന്നത്. ഭഗവാനെ, ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട്, സൺ കാർഡ് വന്നിട്ടുണ്ട്. ലവേഴ്സും സൺ കാർഡും എന്ന് പറഞ്ഞാൽ വളരെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരുന്നപ്പോൾ പോലും ഈ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഈ വ്യക്തി ശരിക്കുമുള്ള സ്വഭാവം പുറത്ത് കാണിക്കാത്ത ഒരാളായിരിക്കാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ അകന്നു കഴിഞ്ഞപ്പോ ആ വ്യക്തി നിങ്ങളോട് പെരുമാറിയുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് അന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയ്യോ ഇങ്ങനെ ആയിരുന്നില്ലേ ആ വ്യക്തി, ഇതല്ലേ ഉദ്ദേശിച്ചത്, ഇങ്ങനെ ആയിരുന്നില്ലേ എന്നോട് പെരുമാറുക, അപ്പൊ വ്യക്തിയുടെ ഉദ്ദേശം ഇങ്ങനെ ആയിരുന്നില്ലേ എന്നൊക്കെ ഒരു തിരിച്ചറിവ്, നിങ്ങളിൽ ചെറിയൊരു കുറ്റബോധം. അതുപോലെ തന്നെ ആ വ്യക്തിയും കാലത്തിന്റെ ആ ഒരു പോക്കില് നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ക്ലാരിറ്റിയാണ്. സൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്സും ക്ലാരിറ്റിയുമാണ്. ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ചില റിലേഷൻഷിപ്പ് ഭയങ്കര സ്നേഹത്തിൽ തുടങ്ങുന്നതായിരിക്കും. അത് ചിലപ്പോ നശിച്ചു പോകുന്നത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാൻ, മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ശ്രമിക്കുക, അവരെ നാണം കെടുത്താനൊക്കെ ശ്രമിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമുക്ക് വേറെ ആളുകളുമായിട്ട് അട്രാക്ഷൻ തുടങ്ങുമ്പോഴൊക്കെ നമ്മൾ ഇവരോടുള്ള സ്നേഹം മറന്നു പോകുന്നു. അങ്ങനെ റിലേഷൻഷിപ്പ് അവസാനിച്ച എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷേ സന്തോഷമായിരുന്നു. ചിന്തിക്കുമ്പോൾ, ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു കുളിർമയാണ്, ചുണ്ടിൽ ഒരു പുഞ്ചിരിയൊക്കെ വരുന്ന ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം രാത്രി ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കല്യാണം നടക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്, അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും പാർട്ടിക്കൊക്കെ നിങ്ങൾ പോകുമ്പോൾ രാത്രിയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് രാത്രി സമയത്ത് നമ്മൾ കൂടുതൽ റൊമാൻറ്റിക് ആവും. കാരണം ഇരുളാവുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത്, രാത്രി സമയത്തായിരിക്കും ചിലര് നിങ്ങളെ കാണാൻ പോകുന്ന. സണ്ണും മൂണും അടുത്ത് വന്നിട്ടുണ്ട്, പകലും രാത്രിയും. ഏതെങ്കിലും പകലുകളിൽ ചിലര് നിങ്ങളെ കാണും. ചിലപ്പോൾ അമ്പലത്തിൽ പോകുമ്പോഴായിരിക്കാം, ചിലപ്പോൾ പള്ളിയിലേക്ക് പോകുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോഴായിരിക്കാം. മനസ്സിലായോ? അപ്പൊ ചിലപ്പോ നിങ്ങളുടെ വ്യക്തി അവിടെ നിങ്ങൾ പോകുന്ന വീട്ടിലെ ആരുടെയെങ്കിലും ഒരു ഫ്രണ്ട് ആയിരിക്കാം. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾ ആ വ്യക്തിയെ കാണാൻ പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ബ്രദർ ആയിരിക്കാം, സിസ്റ്റർ ആയിരിക്കാം. റിലേഷൻഷിപ്പ് ഇല്ല, എന്നാലും ആ ഒരു ഫീലിംഗ് ഇപ്പോഴും രണ്ടുപേരുടെയും മനസ്സിലുണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ മെയിൻ കാർഡായിട്ട് വന്നത് ലവേഴ്സ് ആണ്. ഈ സ്നേഹം, ബന്ധം എന്തൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ പോയാലും അതിപ്പോഴും രണ്ടുപേരുടെയും മനസ്സിലുണ്ടെന്ന് നോക്കുക. ലവേഴ്സ് കാർഡ് കണ്ടോ? ഒരു റോസപ്പൂവിനെ രണ്ടുപേരും പിടിച്ചു വെച്ചിരിക്കുക. ഇതുപോലെ തന്നെയാണ്, ഇത് ഹൃദയമാണ്. രണ്ടുപേരും ഹൃദയം വിട്ട് കൊടുത്തിട്ടില്ലെന്നാണ്. അപ്പൊ നിങ്ങൾ കാണുന്നത് ചിലര് പകൽ സമയത്ത് കാണും, ചിലര് രാത്രി സമയത്തായിരിക്കും കാണുന്നത്. പക്ഷെ ഇവിടെ ഒരു 3 ഓഫ് സ്വേർഡ്സ്, ഇതെല്ലാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരുമെങ്കിലും അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു വേദന 3 ഓഫ് സ്വേർഡ്സ് ആണ്. അപ്പൊ ആ വേദന ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ടെന്നാണ് പറയുന്നത്. വളരെയധികം ദുഃഖമുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ. ചിലപ്പോൾ പ്രായത്തിന്റെ പക്വത ഇല്ലായ്മ കൊണ്ടായിരിക്കാം നഷ്ടപ്പെട്ടു പോയത്. ഇവിടെ വളരെയധികം ഹൃദയവേദന ഉണ്ടാക്കിയ പല കാര്യങ്ങളും, അങ്ങനെ ആ നഷ്ടപ്പെടലിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം വേദന ഉണ്ടാവും രണ്ടുപേരും തമ്മിൽ കാണുമ്പോൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് 6 ഓഫ് വാൻഡ്സ് ആണ്. 6 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചില സമയത്ത് നമ്മളുടെ ചെറുപ്പത്തിലെ നിങ്ങളൊപ്പം പഠിച്ചിരുന്ന ആളുകള്, ചെറുപ്പത്തിലെ നിങ്ങൾക്ക് ക്രഷ് തോന്നിയെന്ന്, ഇപ്പൊ നിങ്ങൾ കുറച്ച് പ്രായമായി, 40 വയസ്സ് 45 വയസ്സ് കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തിനും മുഖത്തിനൊക്കെ വളരെയധികം വ്യത്യാസം വരും. മനസ്സിലായോ? അപ്പോ ഈ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചറിയാനും ഈ വ്യക്തിക്ക് ശരിക്കും നിങ്ങളോടുള്ള ഫീലിങ്സ് ഇങ്ങനെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുക. പണ്ട് ക്രഷ് ഉണ്ടായിരുന്ന ഇവർക്ക് ക്രഷ് ഉണ്ടായിരുന്നോ എന്നോട് എന്ന സംശയത്തിനൊരു ക്ലാരിറ്റി വരും. കാരണം നിങ്ങളെ കാണുമ്പോൾ അവരുടെ മുഖം മാറും. അതുപോലെ നിങ്ങൾ അറിയും ഇവര് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു എന്ന്.
നിങ്ങൾ വിചാരിക്കുക അവർക്കൊരു ഫീലിംഗ് ഇല്ല, കാരണം അവർ നിങ്ങളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാറില്ല, നിങ്ങളോട് അധികം സംസാരിക്കാറില്ല. ചിലര് നിങ്ങളോട് നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോലും അയ്യോ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോൾ അത് അതൊക്കെ ചിലപ്പോൾ വീട്ടിലെ പ്രാരാബ്ധം, വീട്ടിൽ സമ്മതിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ കല്യാണ പ്രായമായിട്ടില്ല, എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് ജോലി നല്ലത് വേണം എന്നൊക്കെ വിചാരിച്ച് ആ സമയത്ത് ഓ വേണ്ട എന്ന് വിചാരിച്ച് ആ ആളെ പറഞ്ഞു വിട്ട ആളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ, അവരുടെ മുഖത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ സന്ദർഭത്തിൽ അവർക്ക് അങ്ങനെ പെരുമാറാനേ പറ്റുള്ളൂ എന്ന്. അതും നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കും. അപ്പം നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അയ്യോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അന്നൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളിപ്പോൾ ഒരുമിച്ചായിരുന്നെങ്കിൽ. അതാണ് നിങ്ങൾക്ക് ഹൃദയവേദന തരാൻ പോകുന്നത്. പിന്നെ ഏസ് ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് ആണ്. പക്ഷെ പ്രശ്നം എന്തെന്ന്, ചിലരുടെ റിലേഷൻഷിപ്പ് ഇവിടെ ചിലര് ഒരു ട്രയൽ നോക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചിലപ്പോൾ അത്ര ഹാപ്പി അല്ലായിരിക്കാം, മനസ്സിലായി. അപ്പോ ഒന്ന് ഫോൺ നമ്പർ ഒക്കെ എടുത്തിട്ട് ഇടയ്ക്ക് ഒരു മെസ്സേജ് അയക്കുക, ഒരു സന്തോഷം എന്നൊരു ചിന്ത ചിലർക്ക് ഉണ്ടാവാൻ വഴിയുണ്ട്. ചിലർക്ക് ഇവിടെ ഒരു ഏസ് ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് എന്ന് പറയാം, പുതിയൊരു തുടക്കത്തിന്റെ ഒരു ഓപ്ഷൻ ചിലർക്ക് കാണുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോ അതെല്ലാം സ്നേഹമുണ്ടെങ്കിലും നമ്മൾക്ക് അവരെ വെറുക്കാൻ പറ്റില്ലെങ്കിലും നമ്മളുടെ ഉത്തരവാദിത്തങ്ങള് ഇപ്പൊ ഉത്തരവാദിത്തങ്ങൾ, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, വേറെ പല ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് പുതിയൊരു റിലേഷൻഷിപ്പ് ഇനി പുതുക്കാനുള്ള ഒരു ചാൻസ് ചിലർക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ. അതാണ് ഏസ് ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് വന്നിരിക്കുന്നത്. ചിലർക്ക് ഒരു എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ ആ വ്യക്തിയെ തന്നെ ചിലർ വിവാഹം കഴിച്ചിട്ടില്ല, മനസ്സിലായോ. അപ്പോൾ ആ വ്യക്തിയെ തന്നെ കാത്തിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ, കാരണം വളരെ കാര്യമായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്, സീരിയസ് ആയിട്ട് എടുക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ചിലർക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ രണ്ടാമതൊരു റിലേഷൻഷിപ്പിലേക്ക് വരുമോ, അല്ലെങ്കിൽ ഇവര് ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആണോ, ഭാര്യ മരിച്ച് ഭർത്താവ് മരിച്ച് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതൊരു ട്രയലിനൊരു ഓപ്ഷൻ വരുന്നുണ്ട് ചിലർക്ക്, കേട്ടോ. അതുകൊണ്ടാണ് 3 of Wands പറയുന്നത്. ചിലപ്പോ അങ്ങോട്ട് ഇവര് ജോലി ചെയ്യുന്ന അങ്ങോട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജോലി ഓഫർ, ഇപ്പൊ നിങ്ങൾ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ജോലി റിസൈൻ ചെയ്തിട്ട് തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളോട് ഇവര് അവരുടെ ജോലി, അവരിപ്പോ ഒരു പുതിയ ബിസിനസ് നടത്തുകയാണെങ്കിൽ അവരുടെ കൂടെ കൂടാനോ, അല്ലെങ്കിൽ അവരുടെ നാട്ടിലേക്ക് ചെല്ലുക, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ജോലി തപ്പി മീൻസ് കണ്ടുപിടിച്ച് തരാൻ പറ്റും എന്നുള്ളൊരു ഓഫർ നിങ്ങൾക്ക് തരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോ ഇവരുടെ ഈ ഒരു നിങ്ങൾക്ക് ഈ ഓഫർ തരുന്ന ആളുകളുണ്ടല്ലോ, ഒരു ചാൻസ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നവർക്ക് അത് അവരായിട്ട് ആക്ഷൻ എടുക്കും, മനസ്സിലായി. നിങ്ങളായിട്ട് എടുക്കേണ്ടി വരില്ല. നിങ്ങൾ കുറച്ച് ഷൈ ആയിരിക്കാം, നിങ്ങൾക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവും, ഇത് ഇത്രയും വർഷം കഴിഞ്ഞില്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഇവരാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. ഇവിടെ ഓപ്ഷൻസ് കുറവാണെന്ന് പറഞ്ഞു, എന്നുവെച്ചാല് പുതിയൊരു തുടക്കത്തിനുള്ള ഓപ്ഷൻ കുറവാണ്. ഇവിടെ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് പുതിയതായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാൻ പറ്റും. അപ്പോ ഈ സ്നേഹം രണ്ടാമത് പുതുക്കാനുള്ള ഏസ് ഓഫ് കപ്സോടെ അപ്രൈറ്റ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാല് അവരുടെ നിങ്ങളെ കാണുമ്പോ അവരുടെ മനസ്സിങ്ങനെ സ്നേഹം ഇങ്ങനെ തുളുമ്പും എന്നാണ് പറയുന്നത്. അത്രയും സ്നേഹം നിങ്ങളോട് ഇപ്പോഴും അവർക്ക് ഉണ്ടാവും. അപ്പൊ അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്, നിങ്ങളോട് പറയും. അതുപോലെ തന്നെ ഏസ് ഓഫ് സ്പോർട്സ് റിവേഴ്സ് ആണെങ്കിൽ ചിലര് ഇത് നിങ്ങളോട് അഭിനയിക്കും. നിങ്ങൾക്ക് ഇപ്പം ജോലി വേണമെങ്കിൽ അപ്പൊ വലിയ ഫോർമലായിട്ട് മനസ്സിങ്ങനെ, ചിലപ്പോൾ അങ്ങനെയല്ലേ, നമുക്ക് ഭയങ്കര ഇമോഷൻസ് വരുമ്പോൾ നമ്മളത് അടക്കി നിർത്തിയില്ലെങ്കിൽ കൈവിട്ടു പോകും. അപ്പോൾ അങ്ങനെയുള്ള ചിലരുണ്ട്. അപ്പൊ ഒരു ഇമോഷൻ മുഴുവൻ, സ്നേഹം മുഴുവൻ ഉള്ളിൽ ഒതുക്കിയിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ അവരുടെ ഫീലിങ്സ് മറച്ചു വെക്കുന്ന ചിലരുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അവരാണ് നിങ്ങൾക്ക് ഈ ഓഫർ തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ അടുത്ത് വേണം, കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവര് നിങ്ങൾക്ക് ഓഫർ തരും, നമുക്ക് മീറ്റ് ചെയ്യാം, ഒരു കോഫി കുടിക്കാൻ ഇവിടെ അന്ന് മീൻസ് ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഫ്രീ ആണോ, അങ്ങനെയാണെങ്കിൽ അവിടെ വരാം. അത് കഴിയുമ്പോൾ അത് ഡിസ്കഷൻ, പിന്നെ അത് റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ അങ്ങനെ ഒരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവരത് തുറന്ന് പറയില്ല, കുറച്ച് മറച്ചു വെച്ചിട്ട്, കുറച്ച് റിലേഷൻഷിപ്പ് വലുത് കുറച്ചും കൂടെ നിങ്ങൾ കുറച്ചും കൂടെ അടുക്കുമ്പോൾ മാത്രമേ അവർക്കൊരു കോൺഫിഡൻസ് നിങ്ങളിൽ വരുമ്പോൾ മാത്രമേ നിങ്ങളോട് അവർ പറയുള്ളൂ ഈ ഒരു കാര്യം. ഇത് വിവാഹം കഴിച്ചവർക്കും കുറച്ചൊരു ഒരു വിവാഹം കഴിച്ചവര് ഇപ്പോ പഴയ ഫ്രണ്ട്സ്, പഴയ ക്രഷിനെ കാണുമ്പോൾ നമുക്ക്
നമുക്കൊരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഭാര്യ ഉണ്ടെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിലും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഭാര്യയെ സ്നേഹിക്കുന്ന ആളാണെങ്കിലും ഭർത്താവിനെ സ്നേഹിക്കുന്ന ആളാണെങ്കിലും ഉള്ളിൽ നിന്ന് നമ്മൾ ആദ്യം സ്നേഹിച്ച ആളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളില് അപ്പോഴാണ് നമുക്കറിയാം ഇത്രയും ഞാൻ ഈ വ്യക്തിയെ സ്നേഹിച്ചിരുന്നല്ലോ എന്ന് വെച്ചാൽ നമ്മളുടെ വൈഫിനെയോ ഭർത്താവിനെ നമ്മൾ ഉപേക്ഷിക്കണം അങ്ങനത്തെ ഒരു ഇത് വരില്ല നമ്മളുടെ മനസ്സിൽ. പക്ഷെ ഈ ഒരു സ്നേഹം നിങ്ങളുടെ ഉള്ളിലേക്ക് ചിലർ തുറന്ന് പറയില്ല എന്നാണ് പറയുന്നത്. സ്നേഹം ഉണ്ടെങ്കിലും അത് പറയാൻ പേടിയുണ്ടാവും എന്നാണ്. പക്ഷെ നിങ്ങളെ ചേർത്ത് നിർത്താൻ കൂടെ നിർത്താൻ നിങ്ങൾക്കൊരു ജോലി ഇല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് തരാനോ നിങ്ങളിപ്പോ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണെങ്കിൽ അതിൽ സഹായിക്കാനൊക്കെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. 10 ഓഫ് കപ്സ് റിവേഴ്സ് കാണിക്കുന്നുണ്ട്. 10 ഓഫ് കപ്സ് റിവേഴ്സ് ഈ വ്യക്തിയെ കാണുമ്പോൾ കാരണം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളോട് ഭയങ്കര ഫോർമൽ ആയിട്ടായിരിക്കും, കാരണം ഇത്രയും സ്നേഹമുണ്ട് നിങ്ങളോട്, വളരെ ഫോർമൽ ആയിട്ടായിരിക്കും പെരുമാറാൻ പോകുന്നത്. അപ്പോൾ ഫോർമലായിട്ട് പെരുമാറുമ്പോൾ പഴയ ഫീലിങ്സ് ഒന്നും തുറന്ന് കാണിക്കാൻ പറ്റില്ല, കാരണം ഫാമിലി ഒക്കെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ ഒതുക്കത്തിലായിരിക്കും ഇവര്. അപ്പൊ ചിലർ അവരുടെ ഇപ്പോഴത്തെ ഫാമിലിയുമായിട്ട് ഹാപ്പി അല്ലായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടി ആരോടെങ്കിലും സംസാരിക്കുന്നത്, ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചില ഭാര്യയ്ക്കും ഭർത്താക്കന്മാർക്കും ദേഷ്യം വരും, ഗേൾ ഫ്രണ്ട്സിനും ബോയ് ഫ്രണ്ട്സിനും ദേഷ്യം വരും. പക്ഷേ ഇവിടെ യാഥാർത്ഥ്യമാണ്. മനസ്സിലായോ? വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ പുറത്തേക്ക് സ്നേഹം നോക്കുന്ന ആളുകളുണ്ട്. അത് പ്രത്യേകിച്ചും പഴയ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരോടൊന്ന് സംസാരിക്കാൻ പറ്റിയെങ്കിൽ ഒന്ന് മനസ്സ് തുറന്ന് അതൊരു വിങ്ങലാണ്. തിരിച്ചു കിട്ടാത്ത സ്നേഹം എപ്പോഴും മനസ്സിന്റെ വിങ്ങലാണ്. ഇതെല്ലാം തിരിച്ചു കിട്ടാത്ത ഒരു സ്നേഹമാണ്. അപ്പൊ ആ വിങ്ങൽ, അതുകൊണ്ടാണ് 3 ഓഫ് സ്വർഡ്സ്. അത് ഇപ്പോഴും ഉള്ളിൽ ഇങ്ങനെ സങ്കടം. ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരൊന്ന് കണ്ടാല് ആ ഒരു വിങ്ങല് മാറും. അത് ഭയങ്കര ഒരു നെഞ്ചിനൊരു ഭാരമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവരാണ് റീഡിങ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടി ഇപ്പം അവര് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ചെല്ലുന്ന അവിടെ. പക്ഷെ അവര് പണ്ട് അങ്ങനെ കണ്ടെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫീലിങ്സ് നിങ്ങളോട് കാണിക്കുന്നില്ല, അധികം സംസാരിക്കുന്നില്ല. അത് നിങ്ങളോടുള്ള ടെൻഷൻ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ കൈവിട്ട് പോവും കാര്യങ്ങൾ എന്ന് പേടിച്ചിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ അടുത്ത് അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻസ് വെക്കരുത്. കാരണം ഇവര് വളരെ റെസ്പോൺസിബിൾ ആയ ആളുകളാണ്. ചിലപ്പോൾ വളരെ ഉയർന്ന പദവികളിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവര് വളരെ ആലോചിച്ച്, സ്നേഹം ഉണ്ടാവും ഉള്ളില്, പക്ഷെ വേറൊരു റിലേഷൻഷിപ്പ് ആവുമ്പോൾ വളരെ ആലോചിച്ചിട്ടായിരിക്കും അവര് നിങ്ങളോട് സംസാരിക്കുന്നതുമെല്ലാം. സ്നേഹമില്ല എന്നല്ല, സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും കാണണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ അവരുടെ മുമ്പിലും അവരെ നിങ്ങളുടെ മുമ്പിലും കൊണ്ടെത്തിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പിന്നെ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഓവർ എക്സ്പെക്ടേഷൻസ് പാടില്ല. ഇത് തന്നെ പ്രൂഫാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വിട്ടു പോയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും. മനസ്സിലായോ? അപ്പൊ പിന്നെ നിരാശയുടെ കാര്യമല്ല, കാണാൻ പറ്റിയല്ലോ എന്നൊരു നന്ദിയാണ് നിങ്ങൾക്ക് വേണ്ടത്. കാരണം ഇവിടെ എല്ലാവരും നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാര് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. പെരുമാറ്റം എന്തുമായിക്കോട്ടെ, ഇപ്പോഴത്തെ അവസ്ഥ എന്തുമായിക്കോട്ടെ, പക്ഷെ യൂണിവേഴ്സ് നിങ്ങളെ തമ്മിൽ കാണിക്കുന്നത് അതിന്റെ ഒരു പ്രൂഫാണ്. ഇപ്പോഴും ആ സ്നേഹം അവരിലുണ്ട്, അതുപോലെ നിങ്ങളിലുണ്ട് എന്നാണ്. അത് കണ്ട് സമാധാനിക്കുക. പിന്നീട് ചിലപ്പോൾ ഒരു ഫ്യൂച്ചർ ഒരു പോസിബിലിറ്റി ഉണ്ടാവും. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഈ വെക്കേഷന് നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളെ കാണുമെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് 2 ഓഫ് സ്വേർഡ്സ് ആണ്. 2 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വളരെ അധികം സന്തോഷമൊന്നുമില്ല. കാരണം അവർ വേറെ വിവാഹം കഴിച്ചു എന്നറിയുമ്പോൾ, നിങ്ങൾ വിവാഹം കഴിക്കാതിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ആണ്, അപ്പൊ ഇവരെ കാണുകയാണെങ്കിൽ ഇവരെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കല്യാണം നടത്താമെന്നൊക്കെ അവരെന്താണ് അവരുടെ അവസ്ഥ എന്നറിയില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ഡിവോഴ്സ് ആണെങ്കിൽ തന്നെ, സെപ്പറേറ്റഡ് ആണെങ്കിൽ തന്നെ നിങ്ങളോട് ചാടിക്കേറി ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം ഒന്ന് സംസാരിക്കുക. അപ്പൊ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന ആ ചില്ലു കൊട്ടാരം അങ്ങനെ തന്നെ, സ്വപ്ന കൊട്ടാരം അങ്ങനെ തന്നെ ഇടിഞ്ഞു വീഴുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അങ്ങനെ തീരുമാനിക്കാൻ വെയിറ്റ് ചെയ്യൂ, അങ്ങനെ തീരുമാനിക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനിയും സമയം കിടക്കുകയാണ്. ഈ തുടങ്ങുമ്പോൾ തന്നെ ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടാൻ നോക്കരുത്. അപ്പൊ സമയം കൊടുക്കുക. എല്ലാം ഇത്രയും നാളായില്ലേ കാണാതെ, ഇപ്പൊ കണ്ടു, ഇനിയുള്ള ഫ്യൂച്ചർ യൂണിവേഴ്സ് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. അവസാനത്തെ കാർഡ് പേജ് ഓഫ് കപ്സ് ആണ്. ഇത് മിക്കവരും കണ്ടു കഴിയുമ്പോ ഒരു സർപ്രൈസിങ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളുടെ ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സർപ്രൈസ്ഡ് ആയി പോകും.
മനസ്സിലായി. ചിലരുടെ പെരുമാറ്റം കാണുമ്പോൾ അവര് നിങ്ങളോട് കൂടുതൽ സംസാരിക്കുമ്പോൾ കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ ചിലപ്പോൾ തുറന്ന് പറയും ഞാൻ അന്ന് അങ്ങനെ പെരുമാറിയത് ഇതുകൊണ്ടാണ് എന്ന് നിങ്ങളോട് ഏറ്റു പറയുമ്പോൾ ഒക്കെ നിങ്ങൾ വളരെ സർപ്രൈസ്ഡ് ആയിരിക്കും. എന്തായാലും ഈ ഒരു വെക്കേഷൻ നിങ്ങൾക്ക് വളരെയധികം സർപ്രൈസും സന്തോഷവും ചിലർക്കൊരു കൺഫ്യൂഷനും ചിലർക്ക് നേരിയ ഒരു സങ്കടവും ഒരു നിരാശയും വരും. പക്ഷെ നിരാശയുടെ കാര്യമില്ലെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പല പ്രാവശ്യം പറയുകയാണ്, രണ്ടുപേരും കാണണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ്. അല്ലാതെ ഒരാൾ മാത്രമല്ല ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്നത്, രണ്ടുപേരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും കാണണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും കാണുന്നത്. അത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നീടുള്ള കാര്യം അത് നോർമൽ ആയിട്ട് വന്നോളും, നടക്കേണ്ടത് നടക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒരിക്കൽ കൂടെ കാണണമെന്ന് ആഗ്രഹിച്ചു, ആ കാര്യമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഓണക്കാലത്ത് നടത്തിത്തരാൻ പോകുന്നത് കേട്ടോ. ഭഗവാനെ, നല്ലൊരു റീഡിംഗ് ആയിരുന്നു. ഇവിടെ ജെമിനായി ഉണ്ട്, ലിയോ, പൈസീസ്, ക്യാൻസർ, 3 ഓഫ് സ്വേർഡ്സ്, എക്വേറിയസ്, ലിബ്ര, ജെമിനായി ആണ്. 6 ഓഫ് വാൻസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയൻസ്. വളരെ ചിലപ്പോൾ വളരെ യൂട്യൂബിൽ ചിലപ്പോൾ മോട്ടിവേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആളായിരിക്കാം, എന്തോ ഒരു ഫേമസ് ആയ ചില ആളുകളും നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളിൽ പെടുന്നുണ്ട്. സിനിമാ നടന്മാര്, സീരിയൽ നടന്മാര്, നടിമാര്, അങ്ങനെ കുറെ വളരെ ഫേമസ് ആയ കുറെ ആളുകളും നിങ്ങളുടെ ബോയ് ഫ്രണ്ട്സോ ഗേൾ ഫ്രണ്ട്സോ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആളുകളോ ഒക്കെ ഉണ്ടെന്നാ പറയുന്ന. കുറച്ച് കാലങ്ങളായല്ലോ. പിന്നെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അവസാനത്തെ കാർഡ് വന്നിരിക്കുന്ന പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് അപ്രൈറ്റ് വന്നിരിക്കുന്നത് വെച്ചാൽ വളരെ സർപ്രൈസ്ഡ് ആയിട്ടുള്ള, ഇതൊരു സർപ്രൈസ് ആണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന ഒരു സർപ്രൈസ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു സർപ്രൈസ് മീറ്റിംഗ് ആയിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അവർ വരുമെന്ന് കേട്ടു, എന്നാലും പല കാര്യങ്ങൾ കൊണ്ട് അവർ വരാതിരിക്കാമല്ലോ, എന്തെങ്കിലും സാഹചര്യം കൊണ്ട്. പക്ഷേ വളരെ സർപ്രൈസ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കാണാനുള്ള ഒരു ചാൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നല്ലൊരു റീഡിംഗ് ആണ് ഭഗവാനെ. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള, സമാധാനം തരുന്ന ഒരു ഓണമായിരിക്കട്ടെ ഇതെന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വളരെ സന്തോഷം, നല്ലൊരു ഓണസദ്യയൊക്കെ ഉണ്ണാനുള്ള ചാൻസ് കിട്ടട്ടെ. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളെ നിങ്ങൾ